കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു 40ഓളം കാടമുട്ട കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കിന്ന് നല്ല അടിപൊളി ഒരു കാടമുട്ട മസാല ഉണ്ടാക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ഇനി കാടമുട്ട ഒന്ന് കഴുകിയെടുക്കാം. കഴുകണ എന്താന്ന് വെച്ചാൽ ആ കാടമുട്ടയുടെ കാട്ടവും അഴുക്കൊക്കെ ഉണ്ടാവും, അത് പോവാനാണ് കഴുകണത്. പതുക്കെ കഴുകണട്ടോ മക്കളെ, അല്ലെങ്കിൽ കാടമുട്ട പൊട്ടിപ്പോവുക. കാടമുട്ടയുടെ തോല് പേപ്പറിൻ്റെ കനമേ ഉണ്ടാവുള്ളൂ. പുഴുങ്ങാൻ വേണ്ടി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം അങ്ങൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നപ്പോൾ നമുക്ക് ഇനി ഇത് ഇട്ട് കൊടുക്കാം. ഇത് ചട്ടത്തിൽ കോരി ഇടുന്ന എന്താന്ന് പറഞ്ഞാൽ, ഓരോന്നായിട്ട് ഇട്ടാൽ പാത്രത്തിൽ പോയി മുട്ട പൊട്ടിപ്പോവും. അത് പൊട്ടാതിരിക്കാനാണ് ചട്ടകം കൊണ്ട് വാരിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ കാടമുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി മുട്ടയുടെ തോടൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടയുടെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല അടിപൊളി മസാല ഉണ്ടാക്കിയെടുക്കാം. മസാല ഉണ്ടാക്കാൻ ഞാൻ അടുപ്പത്ത് വെച്ചത് ഒരു ചീനിച്ചട്ടിയാണ്. ഈ ചീനിച്ചട്ടി വെച്ച് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ചെറിയ തീ വേണം വെക്കാൻ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്, നല്ല അങ്ങ് ചൂടാവണ്ട. നമുക്കിനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 10-40 മുട്ട ഉണ്ടല്ലോ, അപ്പം നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ നമുക്കിനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ വല്ലാതെ ചൂടാവരുത് കേട്ടോ. ഈ ചൂടാവുക നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ മസാലയൊക്കെ കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീർ മുളക് പൊടിയാണ്. സാധാ മുളക് പൊടി ഇടുകയാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 2 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഈ മസാലയുള്ള പച്ചമണം പോണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം മസാലകളുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ച കാടമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ എല്ലായിടത്തും പെടുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ലേശം തീയെ വെക്കാൻ പാടുള്ള. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളി, കുനുകുനാ അരിഞ്ഞ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മേലിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരിച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മുട്ട ഒന്നും പൊട്ടാതെ മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ കാടമുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്കാക്കി വെക്കാം. പാത്രത്തിൽ വിളമ്പി എടുക്കാം. ഇതാ കഴിച്ചു നോക്ക്. എല്ലാം കറക്റ്റ്, നല്ല മസാല ഉള്ളതെടുക്കാം. ആ കോഴിക്കോടില്ല ബീച്ചിൽ ഇതേപോലത്തെ കിട്ടും. കോഴിക്കോട് തട്ടുകടയിൽ. പക്ഷെ വേറെ കാര്യമുണ്ട്, അതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട് ഇത്. അവർ വെറുതെ ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ എടുക്കും. നമ്മളങ്ങനെ അല്ലല്ലോ, നല്ല അടിപൊളി മസാലയൊക്കെ ഇട്ടിട്ട് ഇളക്കി കുഴച്ചെടുത്തതല്ലേ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, തീ വെക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. തീ അധികം വന്നാൽ
കരിഞ്ഞു പോകും മസാല. അതുകൊണ്ട് ചെറിയ തീയിൽ മതി ഉണ്ടാക്കൽ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.